ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഹെയർ പാക്കായിട്ടാണ് കാണിക്കുന്ന. ഒരു ഹെയർ പാക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഹെന്നയൊക്കെ മേടിച്ച് നമ്മളെ തലയിൽ തേക്കില്ലേ, അപ്ലൈ ചെയ്യില്ലേ, അപ്പം അതുപോലെ ഒരു ഹെയർ പാക്കാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ മൈലാഞ്ചിയാണ് കേട്ടോ. നമ്മുടെ നാടൻ മൈലാഞ്ചി, നല്ല തളിയുടെ ഇലയും പിന്നെ അതിൻ്റെ മുറ്റി ഇലയൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് മൈലാഞ്ചി ആട്ടോ. ഇതുപോലെ ഞാൻ മൈലാഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഇറുത്ത് ഇടുന്നുണ്ട് നമ്മുടെ ജാറിലേക്ക്, അത് ഇറുത്ത് ഇടുന്നുണ്ട്. പിന്നെ മൈലാഞ്ചി കൂടാതെ പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കറ്റാർ വാഴ ഉണ്ടല്ലോ, നമ്മുടെ കറ്റാർ വാഴയുടെ ഒരു 2 തണ്ടും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പ്, നാടൻ കറിവേപ്പിൻ്റെ 2 തണ്ടും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് കറ്റാർ വാഴ പറിക്കാൻ പോകട്ടെ. ഇവിടെ ഞാൻ കറ്റാർ വാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 തണ്ടാണ് ഞാൻ വലിച്ചെടുക്കുന്നത് കേട്ടോ. 2 തണ്ട് നമുക്ക് മതിയാവും. അപ്പം അത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാടൻ കറിവേപ്പ് നിൽപ്പുണ്ട്. നിങ്ങളവിടെ നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. മുടിക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ കറിവേപ്പിലയും കറ്റാർ വാഴയൊക്കെ ഉപയോഗിക്കുന്ന. ഈ പാക്ക് നമുക്ക് ഇടയ്ക്കൊന്ന് മുടിയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. അതായത് നമ്മളെ മുടി ഒന്ന് കണ്ടീഷനാവാൻ നല്ലതായത്. കാരണം നമ്മൾ ഓയിൽ മാത്രം അപ്ലൈ ചെയ്യാതെ ഇടയ്ക്ക് ഈ പാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മളെ മുടിയൊന്ന് ഫ്രഷ് ആവും. അപ്പോൾ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർ വാഴയുടെ മറ്റേ ആ മുള്ള് പോലെ ഇരിക്കുന്ന ഭാഗമില്ലേ, ആ മുള്ള് ഞാൻ റിമൂവ് ചെയ്യും കേട്ടോ. കാരണം അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ വേറെ ഒന്നും ഞാൻ കളയില്ല, എൻ്റെ തൊലി പോലും ഞാൻ കളയില്ല. തൊലി സഹിതം ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ മുള്ള് മാത്രം ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല വൃത്തി കഴുകിയെടുക്കണം കേട്ടോ. ഇലകളെല്ലാം നല്ല വൃത്തി കഴുകിയെടുക്കണം. ആ ഒരു മുള്ള് മാത്രം കളഞ്ഞിട്ട് നമുക്ക് പിന്നെ അത് ജാറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ മൈലാഞ്ചിയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇത് കറ്റാർ വാഴ ജാറിൽ ചേർക്കുമ്പോൾ ചെറിയ പീസായിട്ട് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളണം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് അതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളമൊന്നും അധികം ചേർക്കണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കറ്റാർ വാഴ ഒരു ജെല്ലിൻ്റെ രൂപമായതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ തന്നെ അതൊരു വെള്ളം പോലെ തന്നെയാണ് കിട്ടുന്നത്. ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അടിച്ചെടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കുഴമ്പ് മാതിരി തന്നെയായിരുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഞാനിത് അരിച്ചിട്ടാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് ഈ തരിതരിപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ തലയൊട്ടിയിൽ ചെന്നിട്ട് പിന്നെ അത് താരനുണ്ടാവാൻ കാരണമാകും കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ തലയിൽ ഏത് പാക്ക് അപ്ലൈ ചെയ്താലും അത് നമ്മൾ അരിച്ചിട്ട് നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് അതിൻ്റെ ആ ജെല്ല് വെള്ളം മാത്രം ഉപയോഗിച്ച് തലയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ പൊടിയും തരിതരിപ്പും ഉണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ പിന്നീട് ഇരുന്ന് ഇപ്പം ചൂടുകാലം കൂടെ അല്ലേ, വിയർപ്പും എല്ലാം കൂടെ ആയിട്ട് പിന്നെ അത് താരൻ ഫോർമേഷൻ ചെയ്യുന്നതിന് കാരണമാകും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിലിടാൻ വേണ്ടി അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ. ഇത് നിങ്ങൾ 2 ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും ഇട്ട് കൊടുത്താലും നല്ലതാണ് നമ്മുടെ തലയ്ക്ക് കേട്ടോ. നമ്മൾ പാർലറിലൊക്കെ പോയി ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ഹെന്ന ചെയ്യത്തില്ലേ, അപ്പോൾ നമ്മൾ എന്തോരം പൈസ ചിലവാക്കുന്ന. ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇതിൽ മൈലാഞ്ചി മാത്രം ചേർത്താൽ മതിയായിരുന്നു. ഹെന്നയ്ക്ക് നമ്മൾ മൈലാഞ്ചി ഇതൊക്കെ ഇല്ലേ. അപ്പം പക്ഷേ ഞാൻ അതിൽ കൂടെ കറ്റാർ വാഴയും പിന്നെ നമ്മുടെ ഈ കറിവേപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്ന മുടിക്ക് അതൊന്നും കൂടെ നല്ലതാണ്. മുടിയുടെ ആ ഒരു തിക്നെസ്സും പിന്നെ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ നിലനിർത്താൻ വേണ്ടി ഈ കറ്റാർ വാഴയൊക്കെ നല്ലതാണ്. മുടിക്ക് കറുപ്പ് നിറമൊക്കെ നൽകാനും അതൊക്കെ വളരെ ഉപയോഗമാണ്. നമുക്കത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം അറിയില്ല, പക്ഷെ അത് ഭയങ്കര എഫക്റ്റാണ് നമ്മളെ മുടിയിലുണ്ടാക്കുന്നത്. മുടി പൊട്ടിപ്പോകുന്നതും പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവല്ലോ, അതൊക്കെ കുറയ്ക്കാൻ ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ലാസ്റ്റ് അതിൽ ഒരു സ്വല്പം വെള്ളവും കൂടെ വീട്ടി കൊടുത്തിട്ട് ആ ജാറൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കുറച്ചൊന്ന് ലൂസായി എൻ്റെ ഈ ഒരു മിശ്രിതം ഒന്ന് കുറച്ച് ലൂസായി. കുഴപ്പമില്ല, കാരണം ഞാൻ ഇതിലേക്ക് നമ്മുടെ പാക്കറ്റ് ഹെന്ന ഉണ്ടല്ലോ,
നമ്മുടെ പാക്കറ്റ് കിട്ടുന്ന മൈലാഞ്ചിപ്പൊടിയുണ്ട്, അതും കൂടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നിനുമല്ല, എനിക്കൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി, അതായത് മുടി നല്ല കണ്ടീഷനിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു പാക്കറ്റ് ഹെന്നയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് വേറെ പരിപാടിയും പ്രത്യേകിച്ച് കല്യാണം അങ്ങനത്തെ ഫങ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ചേർത്ത അത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ആർട്ടിഫിഷ്യലായിട്ട് വേറെ പുറമേ നിന്നൊന്നും ചേർക്കണ്ട. ഞാൻ ഇങ്ങനൊരു പരിപാടിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ഹെന്ന ആ ഒരു കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മുടി ആ ഒരു ഫ്രഷ്നെസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ഉള്ളത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഒന്ന് കുറച്ചും കൂടെ ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വേറെ അല്ലാതെ ഫങ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല, വെറുതെ വീട്ടിലൊരു റൊട്ടീൻ പോലെ ചെയ്യാനാണെങ്കിൽ ഈ ഹെന്ന ഈ പൊടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തില്ലേ, അത് നിങ്ങൾ ഒഴിവാക്കാം കേട്ടോ. അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും മാക്സിമം നല്ലത് നമ്മളെ മുടിയുടെ ഹെൽത്തിന്. അപ്പം ഞാൻ ഇപ്പോൾ ഏകദേശം തേക്കാൻ വേണ്ടി എടുക്കുന്നതിന് ഒരു 2 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു മിശ്രിതം. അപ്പം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ജോയിൻ ചെയ്ത് കിട്ടും. അപ്പം ഞാൻ തേക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഏകദേശം 7:30 രാത്രി. അപ്പം ഞാനത് അപ്ലൈ ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടോ കേട്ടോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മുടിയിലെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. ഞാനത് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ തേക്കുന്ന രീതി, നമ്മുടെ മുടിയുടെ ഓരോ സെക്ഷൻ വൈസ് എടുത്തിട്ട് നമ്മൾ നല്ല വൃത്തിയായി തേച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ദോഷമുള്ള സാധനങ്ങൾ ഇതിലൊന്നുമില്ല. കാരണം നമ്മളെ മൈലാഞ്ചിയും നമ്മുടെ കറ്റാർവാഴയും നമ്മുടെ നല്ല നാടൻ കറിവേപ്പുമാണ് ഇതിലുള്ളത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും അത്ര കുഴപ്പമുള്ള ഡാമേജ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് തിരിച്ച് നന്നായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ വീഴ്ത്തി കൊടുക്കുന്നുണ്ട്, കാരണം എല്ലായിടത്തും ആവട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒഴിച്ച് ഇതാക്കുന്നത്. അപ്പം മുടിയുടെ തുമ്പത്തും പിന്നെ തലയോട്ടിയിലും പിന്നെ അതുപോലെ മുടിയുടെ ഭാഗത്തും ഒക്കെ അവസാനം പാത്രത്തിലുണ്ടാകുന്നവരെ ഞാൻ മുടി കൊണ്ട് ഇതാക്കി എടുക്കുന്നുണ്ട്. കാരണം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, നമ്മളിത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പാക്കല്ലേ, അപ്പം വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഇത് എല്ലായിടത്തും ആയിട്ടുണ്ട് കണ്ട, തലേര ഫ്രണ്ട് പോർഷനിലൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2-3 ആഴ്ചയിലൊരിക്കലൊക്കെ ഇടുന്ന വളരെ നല്ലതാട്ടാ. ഈ ഇതുപോലെ മൈലാഞ്ചിയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ദോഷം ഉണ്ടാവില്ല, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പാത്രം ഞാൻ പുറത്ത് തന്നെ പോയി കഴുകുകയാണ് കേട്ടോ, കാരണം അതിൻ്റെ ഒരു കളർ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പറയണമെങ്കിൽ നിങ്ങൾ ഇത് വാഷ് ചെയ്ത് കളയണമെങ്കിൽ പുറത്തുനിന്ന് വല്ലതും വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് കേട്ടോ. മുടിയുടേത് ഇത് ഏകദേശം ഒരു മണിക്കൂർ ഞാൻ തലയിൽ വെക്കും, എന്നിട്ടേ വാഷ് ചെയ്യുള്ളൂ കേട്ടോ. മുടിയിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് പുറത്തുനിന്ന് തന്നെയാണ്, കാരണം അതിൻ്റെ കറയൊക്കെ ടൈലിൽ പിടിച്ചാൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുളി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുടിയുടെ ആ ഒരു സ്ട്രെച്ചർ. ഇതാണ്, ഇതേ കണ്ടില്ലേ, നല്ല ഗ്ലേസിങ് ഉണ്ട്. നല്ല ഗ്ലേസിങ് വെച്ചാൽ ക്യാമറയിൽ നിങ്ങൾക്ക് എത്ര ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഒരു തിളക്കം നമ്മുടെ മുടിക്കുണ്ട് കേട്ടോ. നല്ലൊരു തിളക്കം, ദേ അടുത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഞാൻ തലയിൽ ഷാമ്പൂ ഒരു കാര്യങ്ങളും ഇട്ടിട്ടില്ല, ആകെ ഈ ഒരു പാക്ക് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ആ ഒരു പാക്ക് ഇട്ടിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. 2 ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി ഇങ്ങനെ ഈ ഒരു രീതിയിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഇതുപോലെയുള്ള പാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാട്ടാ. ഞാനാണെങ്കിൽ ഒരു തവണ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് മുടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഈ ഒരു പാക്കും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ്. ഞാൻ അധികം ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ആളല്ല കേട്ടോ. അത് നല്ലതാണോ ചീത്തയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഓയിൽ അധികം അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.